ചന്ദന വെയിലിൽ ഈ കുങ്കുമ വഴിയിൽ പതിവായി നിന്റെ കവിൾ ചുവന്നതു കണ്ടു നിന്നില്ലേ. കാർത്തിക നാളിൽ രാപ്പൂത്തിരി തെളിയേ അരികിൽ നിന്റെ മുഖം തൊടുത്തതു ഞാൻ അറിഞ്ഞില്ലേ അറിയാതെ. അങ്ങനെ നമ്മുടെ പർപ്പിൾ ചേച്ചി പെട്ടുമക്കളെ ആളെ മനസ്സിലായില്ലേ. ഇൻസ്റ്റാഗ്രാമിൽ 20,000-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചേച്ചി ഇല്ലേ, ക്ലീവേജും വയറൊക്കെ കാണിച്ച് മാസം 19 ലക്ഷം ഉണ്ടാക്കുന്ന ചേച്ചി. പുള്ളിക്കാരി തന്നെ അശ്വിനി എന്നാണ് പർപ്പിളിന്റെ ശരിക്കുമുള്ള പേര്. കുറച്ചു കാലമായിട്ട് അശ്വിനി തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ താരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വാണം വിട്ട പോലെയല്ല ഓരോ ദിവസം കഴിയുന്തോറും ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കൂടി വരുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഇതാ ചേച്ചി ഒരു വമ്പൻ പടൽ പെട്ടിരിക്കുകയാണ് മക്കളെ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ടോൾ ഗേറ്റിൽ വെച്ച് നമ്മുടെ പർപ്പിൾ ചേച്ചി അവരുടെ സുഹൃത്തായ ഒരു ആർമിക്കാരന്റെ ID കാർഡ് ഉപയോഗിച്ചു. ടോള് കൊടുക്കാതെ പോകാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. 1 മാസം വേണ്ടി ശ്രമിച്ചതാണ്. എന്നിട്ട് എന്താക്കി, ഇങ്ങനെ ആർമിക്കാരന്റെ ID ഉപയോഗിച്ചുകൊണ്ട് ടോള് കൊടുക്കാതെ പോകുന്ന വീഡിയോ എടുത്ത് ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതാണ് പണിയായത്. ഈ വീഡിയോ കണ്ട ആർമിക്കാർ മുഴുവനും പർപ്പിൾ ചേച്ചിക്കെതിരെ തിരിഞ്ഞു. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഇതൊരു സീരിയസ് ക്രൈം ആണെന്നും പറഞ്ഞുകൊണ്ട് പർപ്പിളിന്റെ വീഡിയോക്ക് താഴെ പല ആർമിക്കാരും കമന്റ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് എന്തായാലും ആ റീൽ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എച്ചാദ്യ മാസിലെ ചേച്ചി വലിയൊരു സംഭവം തന്നെ. പക്ഷേ ഈ റീല് കാരണം പണി പാളുമെന്ന് ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറെ ആർമിക്കാർ ഈ റീലിനെതിരെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു മേജർ വിജയ് ഭാർഗവ്. ആള് റിട്ടയർഡ് ആണ്, പക്ഷെ സോഷ്യൽ മീഡിയയിൽ സജീവാണ്. അപ്പൊ വിജയ് ഭാർഗവ് എന്താക്കി, പർപ്പിളിന്റെ വീഡിയോക്ക് താഴെ ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് നാഷണൽ സെക്യൂരിറ്റി വയലേഷൻ ആണ് എന്നുള്ള രീതിയിൽ കമന്റ് ഇട്ടു. എന്നാൽ പർപ്പിൾ ചേച്ചി ഉണ്ടോ വിട്ടുകൊടുക്കുന്നു. ചേച്ചി മേജർ വിജയ് ഭാർഗവിന് നല്ല കിടില മറുപടി തന്നെ കൊടുത്തു. ഒന്ന് പോടെ, റിട്ടയർഡ് ആയില്ലേ, കൂടുതൽ കിടന്ന് തിളയ്ക്കണ്ട. ഇതായിരുന്നു ചേച്ചിന്റെ മറുപടി. എന്തായാലും തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒരു ആർമിക്കാരന് ഇങ്ങനെയൊക്കെ മറുപടി കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ ചേച്ചിന്റെ റേഞ്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 20,000 സബ്സ്ക്രൈബേഴ്സ് പിറകിലുള്ളതിന്റെ ധൈര്യമാണെന്ന് തോന്നുന്നു ചേച്ചിക്ക്. അല്ലാണ്ട് ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ തിരിച്ച് കമന്റ് ഒക്കെ ചെയ്യും. ചേച്ചിക്ക് ക്ലീവേജും വയറും മാത്രമേ ഉള്ളൂ എന്നർത്ഥം. തലക്കകത്ത് വലിയ ആൾതാമസം ഒന്നുമില്ല. എന്തായാലും മേജർ വിജയ് ഭാർഗവ് ചേച്ചിയുടെ മറുപടി കേട്ട് വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. മൂപ്പരെന്താക്കി, അറിയിക്കേണ്ട ആൾക്കാരൊക്കെ ഈ കാര്യം അങ്ങ് അറിയിച്ചു. ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ് പർപ്പിൾ ചേച്ചി ചെയ്തിട്ടുള്ളത്. പർപ്പിളിന് മാത്രമല്ല, ആ ID കാർഡിന്റെ ഉടമയായിട്ടുള്ള പർപ്പിളിന്റെ കൂട്ടുകാരനും കൂടിയായിട്ടുള്ള ആ ആർമിക്കാരനും നല്ല പണി കിട്ടും. എന്താണ് ചേച്ചി സ്ഥിരം ചെയ്യുന്ന പോലെയുള്ള വല്ല കമ്പി വീഡിയോ മറ്റോ ചെയ്താൽ പോരായിരുന്നു? എന്തിനാണ് വെറുതെ മാസ് കാണിക്കാൻ വേണ്ടി ആർമിക്കാരോടൊക്കെ കളിക്കാൻ പോയത്? വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എന്തായാലും മേജർ വിജയ് ഭാർഗവ് ഈ സംഭവത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അന്ന് കണ്ടുനോക്കാം. This is something that we need to speak about seriously. We often hear about security breaches, honey traps, and sensitive information leakage by the armed forces personnel, right? People often wonder how trained officers fall into such traps. But you know what? Most of these cases, it does not start with something big. It starts small, casual, careless attitude. Now look at this situation for a moment. A civilian, so-called social media influencer, she takes an army officer's ID card, she calls it her friend's, and flashes it at a toll gate as if it belongs to her. She records it, puts it out as content. A civilian taking an army officer's ID card and using it at a toll gate is not a joke. It's not content. It's not just another reel. It's a punishable offense under 318, 19 and 36 of the BNS. An army ID card is not a prop. It's an official government property. Under the Army Act of 1950, an officer is responsible for safeguarding it at all times. It is not to be handed over to anybody, not to be misused. That army man is also liable for punishment under Army Act section 45, 52 and 63. Today you hand over your ID card at the toll gate. Tomorrow what? Entry to a restricted area? Access to something sensitive? Hand over some critical document to a social media influencer for content? Is that what you do? This particular situation happened in Kerala. If any one of my Malayali friends knows who this army friend is, please let me know. The ADGPI's office has taken cognizance of this and they are probing into the matter. Identify this armed forces personnel will make the enquiry a lot easier and faster. This is about national security. അതാണ് സംഭവം. എല്ലാവർക്കും മനസ്സിലായി കാണല്ലോ അല്ലെ? അതായത് പർപ്പിൾ ചേച്ചിക്ക് കുട്ടികളി കളിക്കാനുള്ളതല്ല ആർമിക്കാരുടെ ID കാർഡ് എന്നുള്ളതാണ് മേജർ വിജയ് ഭാർഗവ് പറഞ്ഞു വെക്കുന്നത്. ജയിൽ ശിക്ഷ വരെ കിട്ടാനുള്ള വകുപ്പാണ് പർപ്പിളും പർപ്പിളിന്റെ കൂട്ടുകാരനായിട്ടുള്ള ആർമി ഫ്രണ്ടും കൂടി ചെയ്തു വെച്ചിട്ടുള്ളത്. ഏതൊക്കെ വകുപ്പുകളിൽപ്പെട്ട ക്രൈമാണ് ഇവർ രണ്ടുപേരും ചെയ്തതെന്നുള്ളത് മേജർ വിജയ് ഭാർഗവ് കൃത്യമായി പറയുന്നുണ്ട്. ഒരു പട്ടാളക്കാരന്റെ ID എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ സ്വത്താണ്. ഈ ID കാർഡ് വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഇന്നിപ്പോ ടോൾ ഗേറ്റ് കടക്കാൻ ഉപയോഗിച്ചു, നാളെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയോ
ഇങ്ങനെ ID കാർഡ് ദുരുപയോഗം ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ് എന്നുള്ളതാണ് വിജയ് ഭാർഗവ് ചോദിക്കുന്നത്. ഇന്ത്യൻ ആർമിയിലെ പല പട്ടാളക്കാരും ഇതേപോലെ സ്ത്രീകളുടെ വലയത്തിൽ വീണുപോയ ചരിത്രങ്ങളുണ്ട്. ഇങ്ങനെ സ്ത്രീകളുടെ ട്രാപ്പിൽ വീണുപോയ പല പട്ടാളക്കാരും ഈ സ്ത്രീകളോട് രാജ്യത്തിന് പല കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നീട് ആ വിവരങ്ങൾ ശത്രു രാജ്യങ്ങളിലേക്ക് വരെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് മേജർ വിജയ് ഭാർഗവ് പറയുന്നു. എത്രത്തോളം ഗുരുതരമായിട്ടുള്ള തെറ്റാണ് പർപ്പിളുടെ കൂട്ടുകാരനായിട്ടുള്ള ഫ്രണ്ടും കൂടി ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് മേജർ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തായാലും ആദ്യം നീ പോടേ, നീ നിന്റെ തരത്തിൽ പോയി കളിക്കടേ എന്നൊക്കെയുള്ള രീതിയിൽ മാസ് റിപ്ലൈ കൊടുത്ത പർപ്പിൾ ചേച്ചി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായി. ആള് റീല് ഡിലീറ്റ് ആക്കി. മാത്രവുമല്ല ഇതിനെ കുറിച്ച് ഒരു സ്റ്റോറി ഇടുകയും ചെയ്തു. ഞാൻ ആ സ്റ്റോറി ഒന്ന് വായിച്ചുതരാം. Few days ago, I uploaded a reel where while passing a toll, I had mentioned my friend ID card. At that time, I didn't realize how serious it was. Actually, I shouldn't use a defense card for any civil purpose. I now think what I did was a mistake. So I am deleting that video. Please everyone do not engage in such actions. അതാണ് കണ്ടറിയാത്തവൻ കൊണ്ടറിയുന്നൊക്കെ കേട്ടില്ലേ. പണി കിട്ടുമെന്ന് മനസ്സിലായതോടെ ചേച്ചി നൈസായിട്ട് തടിയും. ഒരു ആർമിക്കാരൻ വന്ന് നിങ്ങൾക്ക് നല്ലപോലെ തെറ്റി ചൂണ്ടിക്കാണിച്ചതല്ലായിരുന്നു ചേച്ചി. അപ്പൊ പക്ഷെ നിങ്ങൾക്ക് ഒടുക്കത്തെ അഹങ്കാരം. ആ ആർമിക്കാരൻ ആട്ടി വിട്ടു. അല്ല, സോഷ്യൽ മീഡിയയിലെ റാണിയല്ലേ ചേച്ചി, അതിന്റെ അഹങ്കാരമായിരുന്നു. പക്ഷെ റിയൽ ലൈഫിലേക്ക് ഇറങ്ങി വന്നതോടെ പണി പാടിയെന്ന് മനസ്സിലായി. ആ വീഡിയോ അങ്ങ് ഡിലീറ്റും ചെയ്തു. തെറ്റി മനസ്സിലായതുകൊണ്ടൊന്നല്ല കേട്ടോ ചേച്ചി റീല് ഡിലീറ്റ് ചെയ്തത്, പണി കിട്ടുമെന്ന് മനസ്സിലായത് കൊണ്ട് മാത്രമാണ്. അതാണ് ചേച്ചിന്റെ നിലവാരം എന്ന് പറയുന്നത്. എന്തായാലും സംഭവം കേസായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചിലപ്പോൾ നമുക്ക് അറസ്റ്റും പ്രതീക്ഷിക്കാം. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ നാട്ടിൽ മുഴുവൻ പർപ്പിൾ ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണല്ലോ ചർച്ചാ വിഷയം. എല്ലാവർക്കും അതൊരു അത്ഭുതമാണ്. അതിന് മാത്രം എന്ത് കണ്ടിട്ടാണ് എല്ലാവരും കൂടി ചേച്ചിനെ സബ്സ്ക്രൈബ് ചെയ്തത് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഒരു വീഡിയോ കണ്ടോക്കാം. ഇൻസ്റ്റഗ്രാം പോലും വിചാരിച്ചില്ല സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നാൽ അത് എങ്ങനെയൊക്കെ ആൾക്കാർ ഉപയോഗിച്ച് കളയുന്നുള്ളത്. നാട്ടിലുള്ള ഏതൊരു ഇൻഫ്ലുവൻസർ, ഞാൻ പേര് പറഞ്ഞില്ല, പിന്നെ ഞാനത് മാർക്കറ്റ് ചെയ്തവരായപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും വഴിവഴിച്ച് പോകണ്ട. ബേസിക്കലി ലക്ഷ്യങ്ങളാണ് ഒരു മാസം ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടത്. കാരണം ആ പ്രൊഫൈൽ സബ്സ്ക്രൈബ് ചെയ്ത ആളായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു മിന്നാൻ പോലെയൊക്കെ കാണുന്നുള്ളൂ, അധികമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു കൗതുകം, ഒരു സുഖം. VPN കാണുന്ന അത്ര ഒന്നും ഇല്ലെന്നാണ് ഞാൻ അറിയുന്നത്. അത് നിങ്ങൾ VPN കാണുന്നുണ്ട്, ടെലിഗ്രാം ഉണ്ട്, ഏതൊക്കെയോ വാട്സ്ആപ്പ് ചാനലുകളുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് ചാറ്റ് ചെയ്ത് പിടിക്കുന്ന കുറെ വള്ളികളുണ്ട് നിങ്ങൾക്ക്. ഇതൊന്നും പോരാഞ്ഞിട്ട് എന്ത് കൗതുകത്തിനാണോ ഇതിലെന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? എനിക്ക് ഇപ്പോഴാണ് കത്തുന്നത്. ഞാൻ സബ്സ്ക്രിപ്ഷൻ ചാനൽ ഇട്ടപ്പം എന്നോട് ആളും ചോദിച്ചു നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിൽ എന്താ ഉള്ളത്, എന്നിട്ട് ഈ സ്മൈൽ ഇട്ടിട്ടുണ്ടായ. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത് എന്റെടാ. അനു എലീസ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അനുവിന്റെ ഇൻസ്റ്റാഗ്രാമിന് സബ്സ്ക്രിപ്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ അതിൽ മറ്റ് വീഡിയോസ് ഒന്നുമില്ല, ഫണ്ണായിട്ടുള്ള കണ്ടന്റ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് അനു പറയുന്നത്. അനു തന്നെ വീഡിയോയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് എന്ത് കണ്ടിട്ടാണ് എല്ലാവരും അനുവിനെ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളത്. കുറച്ച് വയറും ക്ലീവേജും കാണാൻ വേണ്ടി 390 റുപ്യ കാര്യങ്ങൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. അതിനും അടിപൊളി വീഡിയോകൾ ഇവിടെ ഫ്രീ ആയി കിട്ടുമല്ലോ എന്നുള്ളതാണ് ചേച്ചിയുടെ ചോദ്യം. അതൊരു ചോദ്യം തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് പർപ്പിളിനെ പോലുള്ള ആളുകളൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണെന്നുള്ളതാണ്. പിന്നെ കൂടുതലും പ്രവാസികളാണ് ഇവരെ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് തോന്നുന്നു. ഈ 390 റുപ്യ എന്നൊക്കെ പറഞ്ഞാൽ ആകെ 10-15 റിയാലല്ലേ വരത്തുള്ളൂ. പർപ്പിൾ ചേച്ചി ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളൊക്കെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവർക്ക് റിപ്ലൈ കൊടുക്കുമെന്നും കേട്ടിട്ടുണ്ട്. റിപ്ലൈ കൊടുക്കുന്ന ചിലപ്പോൾ ചേച്ചി ഒന്നും ആവൂല, അതിനൊക്കെ വേറെ ടീമിന് വെച്ചിട്ടുണ്ടാകും. എന്നാലും ചേച്ചിന്റെ റിപ്ലൈ ഒക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഒരു മനസ്സുഖാണല്ലോ. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ സബ്സ്ക്രിപ്ഷന്റെ മറവിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പൈസ വെളുപ്പിക്കേണ്ട ആളുകൾ പല അക്കൗണ്ടുകളിൽ നിന്നായി ചേച്ചിയെ സബ്സ്ക്രൈബ് ചെയ്യും. എന്നിട്ട് അവസാനം ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ പൈസ തിരിച്ചു വാങ്ങും. നല്ലൊരു തുക ചേച്ചിക്ക് കമ്മീഷൻ കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു പരിപാടി ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, ഒരു ഹിയർസേ മാത്രമാണ്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. അല്ല, ഇവിടെ പലതരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ പരിപാടി നടക്കുന്നുണ്ടല്ലോ. സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷൻ ആണല്ലോ. മാത്രമല്ല പെട്ടെന്നാണ് പർപ്പിൾ ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ അടിച്ചു കയറി പോയത്. 2 ആഴ്ചക്കുള്ളിലാണ് 10,000-ന് മുകളിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒറ്റയടിക്ക് കയറിയത്. വേറെ ആർക്കും ഇത്ര അധികം സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല. സോ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയം വരാലോ. എന്തായാലും സബ്സ്ക്രിപ്ഷനിലൂടെ പർപ്പിൾ ചേച്ചിക്ക് കിട്ടുന്ന വരുമാനം കേട്ട് ഞെട്ടിയിട്ട് ഇപ്പൊ കുറച്ച് ആൾക്കാർ പുതിയ സബ്സ്ക്രിപ്ഷൻ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മക്കളെ ആരാണെന്ന് കാണണ്ടേ? വാ കണ്ടോക്കാം. അപ്പൊ മക്കളെ നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷ വാർത്ത എന്താണെന്നറിയോ? നമ്മളും തുടങ്ങണം ഈ സബ്സ്ക്രിപ്ഷന്റെ പരിപാടി. നമ്മളും തുടങ്ങി. നമ്മളിൽ വരുന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റ് പറഞ്ഞാൽ എന്താ വെച്ചാല് ട്രൗസർ ഇട്ടിട്ട് വണ്ടി കഴിക്കും, പിന്നെ ട്രൗസർ ഇട്ടിട്ടായിരിക്കും നമ്മളെ പോസ്റ്റ് ക്ലീനിങ്, അങ്ങനത്തെ ഒക്കെ പരിപാടികളാണ്. അതായത് ഒരു ഹൗസ് ഡ്രൈവറുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തോളി. പറയാൻ തന്നെ കുറച്ച് ഇടങ്ങാറാണ്, എന്നാലും കുഴപ്പമില്ല. ആ സാധനം ഉണ്ടല്ലോ നമ്മൾ ചില്ലറക്കായിക്കട്ടെ കൊടുക്കുന്നത് വെറും തുച്ഛമായ എമൗണ്ടിനാണ്. നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ 130 പരിപാടി ഒന്നും നമ്മളത് പറഞ്ഞാല് കാണേണ്ടതൊക്കെ കാണും. പറഞ്ഞോ. കേരളത്തിലെ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ ആണുങ്ങളുടെ. അതായത് പെണ്ണുങ്ങളെ തുണൂരി കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, ആരും ചോദിക്കണമെന്നില്ല. ആണുങ്ങളെ തുണൂരി കഴിഞ്ഞാൽ പ്രശ്നമായി. തുല്യത വേണം. ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. 199 സബ്സ്ക്രിപ്ഷൻ 199 പറഞ്ഞാൽ നമ്മ ഈ തോർത്തോട് ഇങ്ങനെ പൊക്കിയിട്ട് തോട്ടയുടെ സൈഡ് കാണിക്കും.
പെർഫോമൻസ് 199 രൂപ മാത്രമേ ഉള്ളൂ. അതെ 899 രൂപയ്ക്ക് ഫുൾ നൂഡ് കാണിക്കും. പിന്നെ 12 ഇഞ്ച് നീളം 3 ഇഞ്ച് വീതിയോടുള്ള പെർഫോമൻസ് ഉള്ളിൽ കുട്ടന്റെ. അതെ പിന്നെ പറഞ്ഞത് ഒരു 14 ഇഞ്ച് വീതിയും 4 ഇഞ്ച് കനോ. പെർഫോമൻസ് കാണണമെങ്കിൽ നിങ്ങൾ 899 രൂപ മാത്രമേ ഉള്ളൂ. വെറും 899 പറയാ. അപ്പാടെ വെറും 899 രൂപയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫുൾ നൂഡായിട്ടുള്ള വീഡിയോസ് കാണാം. സബ്സ്ക്രിപ്ഷനിൽ കേട്ട് ലൈക്ക് അടിക്കുക. നമുക്ക് കാശ് വരാം. ഞങ്ങളുടെ നൂടായിട്ടുള്ള പീസ് കാണാം. അതെ അപ്പൊ വീട്ടിലിരുന്ന് കൊണക്കാണ്ട് അക്കൗണ്ടിൽ കയറിയിട്ട് കൊണക്കേ. ഓക്കെ അല്ലേ? അല്ല എല്ലാത്തിനും അല്ല പിന്നെ ആണുങ്ങൾക്ക് മുണ്ടടി സബ്സ്ക്രിപ്ഷനിൽ പിടി. ആ കള്ളിത്തോർത്ത് കൊടുത്ത ചേട്ടനെ ശ്രദ്ധിച്ചോ? ആളുടെ മുണ്ടിന്റെ സൈഡിൽ എന്തോ മോച്ച് നിൽക്കുന്നുണ്ടല്ലോ. എന്നാൽ എങ്ങനെ അവിടെ മുഴ വന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെ അല്ലല്ലോ അത് വരേണ്ടത്. ഷെടാ, ഇനി ഇവര് ശരിക്കും പറയുന്ന പോലെ 14 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയും ഒക്കെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അവിടെ മുഴ വന്നതിൽ കുറ്റം പറയാൻ പറ്റൂല. എന്തായാലും പർപ്പിൾ ചേച്ചി ഈ സമൂഹത്തിന് വലിയൊരു മാതൃകയാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. എത്ര പേരാണല്ലേ ചേച്ചിയുടെ പാത പിന്തുടർന്ന് വരുന്നത്. ഇതിപ്പോ എന്താണ് പ്രശ്നം എന്ന് വെച്ചാണെങ്കിൽ ഇനി അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊന്നും സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയായി എന്നുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ തുണി അയച്ചു കൊടുക്കുന്ന പരിപാടിയാണെന്നുള്ള ഒരു പൊതുബോധം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ അവളുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വേറെ ഏതെങ്കിലും കണ്ണിലൂടെ ആയിരിക്കും അവളെ നോക്കി കാണുക. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ഫോളോവേഴ്സിന് എക്സ്ക്ലൂസീവ് കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ് സബ്സ്ക്രിപ്ഷൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. പക്ഷെ ഇവിടെ അത് തുണി അയച്ച് കാണിക്കുക എന്നുള്ളതായി മാറിയെന്ന് മാത്രം. അല്ലെങ്കിൽ പർപ്പിൾ ചേച്ചിയെ പോലുള്ള ആളുകൾ അങ്ങനെയാക്കി മാറ്റിയെന്ന് തന്നെ പറയാം. എന്തായാലും ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആളുകളെ മുതലാക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ വസ്ത്ര സ്വാതന്ത്ര്യം എന്നും വിളിച്ച് ഗ്ലോറിഫൈ ചെയ്യാൻ എന്നെ കിട്ടില്ല. ഓൺലൈൻ വ്യഭിചാരം അത്ര മതി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.